വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് √5x പ്ലസ് √5 ദെൻ ഫൈൻഡ് പി ഓഫ് -1. അപ്പോൾ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ പോളിനോമിയൽസിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് മിസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പി ഓഫ് -1ന്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ പ്ലേസിലെല്ലാം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? -1. അങ്ങനെ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് √5x പ്ലസ് √5. സോ ഇനി നമ്മൾ പി ഓഫ് -1 കണ്ടുപിടിക്കാനായിട്ട് എക്സിന്റെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്? -1 ഇസ് ഈക്വൽ ടു എക്സിന്റെ പ്ലേസിൽ -1 അതിന്റെ ക്യൂബ് പ്ലസ് എക്സിന്റെ പ്ലേസിൽ -1 അതിന്റെ സ്ക്വയർ പ്ലസ് √5 ഇൻറ്റു എക്സിന്റെ പ്ലേസിൽ -1 പ്ലസ് √5. സോ -1ന്റെ ക്യൂബ് എന്താണ്? -1. അതായത് 1ന്റെ ക്യൂബ് 1. മൈനസിന്റെ ക്യൂബ് എന്ന് പറയുമ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് -1 എന്ന് കിട്ടിയത്. ദെൻ പ്ലസ് 1ന്റെ സ്ക്വയർ 1. മൈനസിന്റെ സ്ക്വയർ എന്താണ്? പ്ലസ്. ഓക്കെ, ഇനി പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ദേ ഈ പ്ലസും ഈ മൈനസും കൂടിയാണ് മിസ് ഇൻറ്റു ചെയ്തത്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. √5 ഇൻറ്റു 1 എന്താണ്? √5. ദെൻ ബാലൻസ് ഉള്ളത് പ്ലസ് √5. സോ -1 പ്ലസ് 1 എന്താ നമുക്ക് ആൻസർ വരുന്നത്? ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ 0 അല്ലേ? അതേപോലെ ഇവിടെയും ഡിഫറെൻറ്റ് സൈൻ വന്നിട്ട് റൂട്ടിൻ്റെ അകത്ത് സെയിം നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതങ്ങ് കട്ട് ചെയ്ത് കളയും. കണ്ടോ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എന്താണ്? 0. മനസ്സിലായ എൻ്റെ മക്കൾസിന്? ഡിഫറെൻറ്റ് സൈൻ വന്ന് റൂട്ടിൻ്റെ അകത്ത് സെയിം നമ്പർ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. എന്തുകൊണ്ട് കട്ട് ചെയ്ത് കളയുന്നത്? അതിൻ്റെ ആൻസറും 0 ആയതുകൊണ്ട് തന്നെ. അതേപോലെ ഇവിടെയും ഡിഫറെൻറ്റ് സൈൻ ആണ്, സെയിം നമ്പർ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കട്ട് ചെയ്ത് കളയുക എന്ന് വെച്ചാൽ ആൻസർ എന്താണ് വരുന്നത്? 0. അപ്പം പി ഓഫ് -1ന്റെ ആൻസർ എന്താണ്? 0. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഇൻ 4 + 4x സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ -5. അപ്പോൾ 4 + 4x സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ -5. ഇതിൽ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കാൻ പറയേണ്ടുള്ളത്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്? നേരെ എടുത്ത് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് 4 ആണ് 3 ആണെന്നൊന്നും എഴുതരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? ഇത് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. ഇതിപ്പോൾ ബൈനോമിയൽ ടേം ആണ്. അപ്പോൾ ബൈനോമിയൽ ടേം എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടുള്ളത്? ബൈനോമിയൽ ടേംസ് തമ്മിലുള്ളത് നോക്കിക്കോ. 4 കൊണ്ട് നമ്മൾ സെക്കൻഡ് ബ്രാക്കറ്റായ 3x സ്ക്വയർ -5നെ ഇൻറ്റു ചെയ്യണം. ബാലൻസ് ഉള്ള പ്ലസ് 4x സ്ക്വയർ കൊണ്ടും നമ്മൾ 3x സ്ക്വയർ -5നെ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇനി അടുത്തത് 4 കൊണ്ട് 3x സ്ക്വയറിനെ 5നെ ഇൻറ്റു ചെയ്യണം. 4 × 3 12x സ്ക്വയർ. ദെൻ ഇവിടുത്തെ മൈനസ് സൈൻ 4 × 5 20 പ്ലസ് 4 × 3 12 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ത് കിട്ടും നമുക്ക്? എക്സ് ഇടുക. ദെൻ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 2 + 2 4. സോ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് x⁻4. ദെൻ ഇവിടുത്തെ മൈനസ് സൈൻ 4 × 5 20 ദെൻ എക്സ് സ്ക്വയർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? ദേ എക്സ് സ്ക്വയർ ഉള്ള ടേംസ് ഇവിടെയും ഉണ്ട്, അതേപോലെ തന്നെ 20 എക്സ് സ്ക്വയർ. ഓക്കെ, അതേപോലെ തന്നെ എവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അത് രണ്ടും കൂടി തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യണം. കാരണം 12x സ്ക്വയർ -20x സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എന്താ ചെയ്യേണ്ടുള്ളത്? മൈനസ് ചെയ്യും. 20ന്ന് നമ്മൾ 12 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 180. അപ്പോൾ നമുക്ക് 8x സ്ക്വയർ എന്ന് കിട്ടും. വെറും 8x സ്ക്വയർ ആണോ? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് -8x സ്ക്വയർ ആണ് വരുന്നത്. ദെൻ വീണ്ടും നമുക്ക് ബാക്കിയുള്ള എഴുതാം. -20 + 12 x⁻4. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ വരുന്നത്? -8 അല്ലെ? എക്സ് സ്ക്വയറിന്റെ സൈഡിൽ കിടക്കുന്ന നമ്പറിനെയാണ് നമ്മൾ കോഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് എന്താണ്? -8. അപ്പോൾ നമുക്ക് എഴുതാം കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -8. മനസ്സിലായ എൻ്റെ മക്കൾസിന്? അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.